ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പ്രത്യേകതരം ഒരു മാങ്ങാക്കറിയാണ്. മാങ്ങ കൊണ്ടുള്ള ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, തൃശ്ശൂരുള്ള ഫ്രണ്ട്, അവർ സാധാരണ വെക്കുന്ന ഒരു കറിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അങ്ങനെ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും. അതിനായിട്ട് ആദ്യം വേണ്ടത് വലിയ പുളിയില്ലാത്ത മാങ്ങയാണ്. ചെറിയ രണ്ട് മാങ്ങയാണ് ഞാൻ ദാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, ഒരു സവാള, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും ഉണ്ട്. അത് ഒന്നാം പാല് ഞാൻ ഇച്ചിരി കട്ടിയിലെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ ഒന്നാം പാല് അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാം പാല് ഈ മാങ്ങ വേകാൻ ആവശ്യമുള്ളത് മതി, ഒരു കപ്പോളം മതി. ഇത് തേങ്ങയുടെ രണ്ടാം പാല്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മൺചട്ടി തന്നെ വെക്കണം, എന്നാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, സവാള, ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചി കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിന് മല്ലിയുടെ ടേസ്റ്റ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. അപ്പം മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇടാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണയാണെങ്കിൽ ഇതിന് പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ. വെളുത്തുള്ളി, കറിവേപ്പില, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട്, അതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, എന്നാൽ ഈ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടിയിട്ട് പുരട്ടി നന്നായിട്ട് കൈകൊണ്ട് പുരട്ടി മാറ്റി വെച്ചേക്കണം. ഇത് കുറച്ച് വാടിയ മാങ്ങ ആയതുകൊണ്ടാണ്. നല്ല ഫ്രഷ് മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെവിടണം. കൈകൊണ്ട് ഞെവിടുമ്പോൾ തന്നെ അതെല്ലാം നല്ല ഇതിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ ഈ കൈ കൊണ്ട് ഞെവിടി നമ്മുടെ കൈയുടെ ചൂടും കൊണ്ട് തന്നെ ഇത് വെന്തതുപോലെ ആവുന്ന നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടണം. ഒരു 5 മിനിറ്റ് കൂടുതൽ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യണം. ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോൾ ഇത്രയും മാങ്ങ ചിലപ്പം വേറെ മാങ്ങയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ വാങ്ങിച്ച പോലെയുള്ള മാങ്ങയായിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം വരും. പിന്നെ നമുക്കറിയാമല്ലോ. അതേപോലെ കൈകൊണ്ട് കുറേ സമയം നന്നായിട്ട് തിരുമണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തിരുമണം. 5 മിനിറ്റോളം നന്നായിട്ട് കൈകൊണ്ട് തിരുമി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാല്, ഒന്നാം പാല് വേറെ ഇരിപ്പുണ്ട്, രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഒഴിച്ചിട്ടില്ല. എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. അതാ ഇതിൻ്റെ ടേസ്റ്റ്. രണ്ടാം പാലൊഴിച്ച്
നമുക്കൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. പാല് പിരിയാതെ നോക്കിക്കോണം. ഇത് ഞാനൊരു 1 മുറി തേങ്ങ കഷ്ടിച്ചെടുത്തതേ ഉള്ളൂ പാലിന്. ഇനി ഇവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, മാങ്ങയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഇതിനും ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിനി ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി ഏതാണ്ട് ഒരു 5-7 മിനിറ്റോളം തിളച്ചു. ഇതാ തേങ്ങാപ്പാൽ പിരിഞ്ഞതൊന്നുമില്ല, അതാ സൂക്ഷിക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട്, ഈ മാങ്ങ പെട്ടെന്ന് വേവും. മാങ്ങ ലാസ്റ്റ് ഇട്ടാൽ മതി. മാങ്ങ ഇട്ടിട്ടിപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ, ഈ മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ, ചെറിയ തീയിൽ ഒന്നുകൂടി അടച്ചു വയ്ക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് മതി, മാങ്ങ വേകാനുള്ള സമയം മതി. 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ, മാങ്ങയൊന്ന് വെന്താൽ മതി. ഇനി ഇതിനൊന്ന് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് വറ്റൽമുളക്, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയാകാണ്. വറ്റൽമുളകും കടുകും 2 കഷ്ണം ചെറിയ ഉള്ളി. കടുകും മുളകും ഒക്കെ പൊട്ടി ഇതിനകത്തേക്ക് ഉലുവയിടാം. ഉലുവ ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഉപ്പൊക്കെ ഇട്ടു. നമ്മുടെ മാങ്ങ എന്തോന്ന് നോക്കാം. മാങ്ങ പീസൊക്കെ നല്ല വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കണം. 1-ാം പാൽ നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. 1-ാം പാൽ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് പാലാണ്. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ചെറിയ തീയിൽ പതുക്കെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് വെച്ചിരുന്ന കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഒരു 2-3 ഉലുവ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്താ മാങ്ങയൊന്നും വെന്തുടഞ്ഞിട്ടില്ല, നല്ല കഷ്ണമായിട്ട് കിടപ്പുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.